Hi dears, welcome back. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ലൊരു ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലാണ് ഞാനിവിടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുനോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഈ പെരുന്നാളിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂട്ടത്തിൽ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഞാൻ ഈ ചിക്കൻ ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ബിരിയാണിയിലേക്ക് ആവശ്യമായ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് വലിയ ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ടീസ്പൂണോളമാണ് ഞാനിവിടെ വലിയ ജീരകം ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ വലിയ ജീരകം നന്നായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ബ്രിഞ്ച് ലീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 കിലോ അരിയും അതുപോലെ തന്നെ 1 കിലോ ചിക്കനുമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 2 ബ്രിഞ്ച് ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ സമയത്ത്. ഇനി നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് ഞാനിവിടെ ഒരു 9 പച്ചമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വലിയ എരിവൊന്നും ഇല്ലാത്ത പച്ചമുളകാണ്. ഞാനിവിടെ മുളക് പൊടി ഒന്നും ആഡ് ചെയ്ത് കൊടുക്കില്ല ഇതിന് ശേഷം. എരിവിന് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് മാത്രമാണ്. അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്ത ഉടനെ നിങ്ങൾ ലിഡ് മൂടി ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ മേലെ പൊട്ടിത്തെറിക്കും. അപ്പോൾ ആ പച്ചമുളക് നന്നായിട്ട് എണ്ണയിൽ കിടന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ചുമന്നുള്ളിയാണ് കേട്ടോ. ചുമന്നുള്ളി ഒരു 100 ഗ്രാമോളം ചുമന്നുള്ളി ഇതുപോലെ നന്നായിട്ട് പൊടിയെ അരിഞ്ഞ് തന്നെ ഉപയോഗിക്കുക. അതായത് നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വേഗത്തിൽ വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചുമന്നുള്ളി തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ബിരിയാണിക്ക്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് നമ്മുടെ ചുമന്നുള്ളിയൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചുമന്നുള്ളിയൊക്കെ നന്നായിട്ട് എണ്ണയിൽ കിടന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. പെരുന്നാളെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ബിരിയാണിയാണല്ലോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തുടക്കക്കാർക്ക് പോലും ഉണ്ടാക്കാത്തക്ക രീതിയിലാണ് കേട്ടോ ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഈ സമയത്ത് നല്ല പഴുത്ത തക്കാളി, ഒരു 2 വലിയ തക്കാളി തന്നെ നന്നായിട്ട് പഴുത്ത തക്കാളി തന്നെ എടുക്കണം കേട്ടോ. അത് നന്നായിട്ട് പൊടിയെ അരിഞ്ഞ് ഇതുപോലെ അതും കൂടെ നമുക്ക് എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തക്കാളി ഉള്ളിലേക്ക് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്, വേഗത്തിൽ വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് സിമ്മിലിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് എണ്ണയിൽ കിടന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം നമ്മളിങ്ങനെ എണ്ണയിലിട്ട് നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുന്നത് അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ബിരിയാണിക്ക്. പിന്നെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ മസാലയാണ്. ഇത് ഞാൻ ബിരിയാണി മസാലയാണ് കേട്ടോ. ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ബിരിയാണി മസാലയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഗരം മസാലയുടെ ബിരിയാണി മസാലയുടെ റെസിപ്പി ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ബിരിയാണിയുടെ ഹൈലൈറ്റ്. നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ബിരിയാണി മസാലയൊക്കെ ഉണ്ടാക്കി ചേർത്ത് ഉണ്ടാക്കുന്ന ആ ഒരു ബിരിയാണിക്ക് അത്ര നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു മസാലയും കൂടെ എണ്ണയിലിട്ട് അങ്ങ് വഴറ്റുമ്പോൾ അത്ര നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ വീട് മുഴുവനും ബിരിയാണി ഉണ്ടാക്കുന്നത് അറിയാൻ പറ്റും. അത്ര നല്ലൊരു മണമായിരിക്കും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ആ ഒരു ബിരിയാണി മസാലയ്ക്ക്. അപ്പോൾ അത് ആ ഒരു പച്ചമണം പോകുന്നത് വരയ്ക്ക് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ്. അതും നിങ്ങൾ വീട്ടിൽ തന്നെ അരച്ച് ഉപയോഗിക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ആ ഒരു ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു 2.25 ടീസ്പൂണാണ് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് എണ്ണയിൽ കിടന്ന് ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം പോകുന്നത് വരയ്ക്ക് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് എത്രത്തോളം വഴറ്റിയെടുക്കുന്നു അത്ര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കും തോറും നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും.
അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി മസാലയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് എണ്ണയിൽ കിടന്ന് പച്ചമണമൊക്കെ പോയി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒട്ടും തന്നെ എരിവുണ്ടാവില്ല, ചുമ്മാ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിവിടെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മല്ലി പൗഡറാണ്. അതും ഇതുപോലെ ഞാനൊരു 2 ടീസ്പൂണോളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഇട്ടിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. വേറെ മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. മുളക് പൊടി തന്നെ ഓപ്ഷനിലാണ്. അത് നമ്മൾ ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ബിരിയാണിക്ക് ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് തികച്ചും ഓപ്ഷനിലാണ്. നിങ്ങൾ അത് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, മല്ലി പൗഡർ മാത്രം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഞാൻ നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തത് കേട്ടോ. അത് നമുക്ക് ഒട്ടും എരിവുണ്ടാവില്ല, നല്ലൊരു കളർ കിട്ടും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വന്ന പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പുതിനയും മല്ലിയിലയും നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താണ് കേട്ടോ. ഒരുപാട് അങ്ങ് ഫൈനായിട്ട് അരച്ചതല്ല, ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയാണ് കേട്ടോ ഇത്. അത് ഇതുപോലെ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയെ അരിഞ്ഞുകൂടെ ചേർക്കാവുന്നതാണ്. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അരച്ച് ചേർക്കുമ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ എണ്ണയിൽ കിടന്നത് വഴണ്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. കുട്ടികൾ ബിരിയാണിയിലൊക്കെ തനിച്ച് ഈ ഒരു മല്ലിയിലയും പുതിനയിലൊക്കെ കണ്ട് മാറ്റി വെക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അരച്ച് ചേർക്കുവാണെങ്കിൽ അവർ ഭക്ഷണത്തിൻ്റെ കൂടെ ഇതും കൂടെ അങ്ങ് കഴിച്ചോളും. ഇപ്പോൾ ബിരിയാണിയൊക്കെ ഹെവി ആയിട്ട് കഴിക്കുമ്പോൾ പുതിനയൊക്കെ നന്നായിട്ട് കഴിക്കുന്ന സമയത്ത് നമുക്ക് അത്രയ്ക്ക് അങ്ങ് വലിയൊരു ഹെവി ഫീലിംഗ് തോന്നില്ല കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ എടുത്ത് വെച്ച് വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കി നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ നമ്മൾ കഴിയുന്നതും വീട്ടിൽ തന്നെ ഉണ്ടാക്കി ചേർക്കുവാണെങ്കിൽ അത്ര നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബിരിയാണിക്ക്. ബിരിയാണി പൊതുവേ നല്ല ടേസ്റ്റാണ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാലും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കുമ്പോൾ അത് വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ചിക്കനിൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മുടെ മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തൈരാണ്. ഞാനിതാ ഈ ഒരു കപ്പിൽ 1 കപ്പ് അളവ് തൈരാണ് കേട്ടോ. അധികം പുളിപ്പൊന്നും ഇല്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അതും കൂടെ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുത്ത പാടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ തൈരൊക്കെ ചേർന്ന് നന്നായിട്ട് ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് തന്നെ നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തൈര് ചേർത്ത് ഉടനെ നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മൂടിയിട്ട് വെച്ചതിന് ശേഷം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 1 ബൗൾ അരിയാണെങ്കിൽ 2 ബൗൾ വെള്ളം, ആ ഒരു റേഷ്യോയിലാണ് ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്ക്. അപ്പോൾ ഈ ഒരു സമയത്ത് വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു സമയത്ത് അരിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് നമ്മൾ അരി നന്നായിട്ടൊന്ന് കുതിർത്ത് വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് വേഗത്തിൽ നമ്മുടെ ചോറ് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മസാലയും വെള്ളമൊക്കെ തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് അതിൻ്റെ വെള്ളയ്ക്കായിട്ട് ഞാൻ കസ്തൂരി മേത്തിയും കൂടെ 1 ടീസ്പൂണോളം കസ്തൂരി മേത്തി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇച്ചിരി നെയ്യും കൂടെ ഞാൻ അതിൻ്റെ വെള്ളയ്ക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മൂടിയിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാം. ഈ ഒരു സമയത്ത് ഞാനിത് ഒരു ടീസ്പൂണോളം ലെമൺ ജ്യൂസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചോറൊക്കെ ഒട്ടിപ്പിടിക്കാണ്ട് നല്ല ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ചോറ് വെന്ത് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് ദമ്മിലിട്ട് കൊടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് നമുക്ക് ദമ്മിലിട്ടാൽ മതിയാകും. ഞാൻ ഇതിപ്പോൾ ഗ്യാസ് സ്റ്റൗവിലാണ് കുക്ക് ചെയ്യുന്നത്. അത് കാരണം ഞാൻ ഇത് മൂടി വെച്ച് അതിൻ്റെ മുകളിൽ ഒരു കുഞ്ഞു കലം കയറ്റി വെക്കാറാണ്. എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അത്ര തന്നെയുള്ള നമ്മുടെ ബിരിയാണി വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് അത്രയ്ക്ക് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു റെസിപ്പി. അപ്പോൾ ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ദമ്മിലിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിടിലൻ ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഉറപ്പായിട്ട് ഈ പെരുന്നാളിന് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാ ഫ്രണ്ട്സിനും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.